ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതിയ പ്രോമോ വന്നിട്ടുണ്ട്. പ്രോമോയിൽ വേറെ ഒന്നല്ല, നമ്മുടെ അപ്സരയും റോക്കിയും തമ്മിൽ നല്ല അടി നടക്കുന്നുണ്ട്. ക്യാപ്റ്റൻസി ടാസ്കിനെ തുടർന്നാണ് അടി നടക്കുന്നത്. വേറെ ഒന്നുമല്ല, അപ്സര വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നെന്ന്. അപ്പത്തേക്കും നമ്മുടെ റോക്കി പറയുന്നുണ്ട് നീ പോയി യൂസ് ചെയ്യടി എന്ന് പറയുന്നുണ്ട്. അപ്പത്തേക്കും അപ്സരയ്ക്ക് അത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അപ്സര വരുന്ന എടി പോയി ഒന്നും വിളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഓൾറെഡി നമ്മുടെ അപ്സരയും റോക്കിയും തമ്മിൽ മുൻ ദിവസങ്ങളിൽ തന്നെ ചെറിയൊരു തീപ്പൊരി ഉണ്ട് അവർക്കിടയിൽ. വേറെ ഒന്നല്ല, നമ്മുടെ പവർ ടീം ടാസ്ക് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ റോക്കി നല്ല രീതിയിലുള്ള മത്സരിച്ച് നമ്മുടെ സിജോന് ടീമിന് വേണ്ടി വിട്ടുകൊടുക്കുകയുണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് അപ്സരയ്ക്ക് റോക്കിന്റെ അടുത്ത് നല്ല രീതിയിലുള്ള ദേഷ്യവും വിദ്വേഷമൊക്കെ ഉണ്ട്. അപ്പൊ അതെന്തായാലും ഇന്നത്തെ ദിവസം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതിനുശേഷം അവര് ടാസ്കിലോട്ട് പോവാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ സിജോയും റസ്മിനും അപ്സരയും തമ്മിലുള്ള ടാസ്ക് ആണ്. ടാസ്ക് വേറെ ഒന്നല്ല, അവരുടെ ഫുൾ ചുറ്റിക്കെട്ടിയിട്ട് എഴഞ്ഞു പോയിക്കൊണ്ട് നമ്മുടെ ആപ്പിൾ കടിച്ചു പിടിച്ച് തിരിച്ചുകൊണ്ട് ഇടണം എന്നുള്ളതാണ് ടാസ്ക്. അതിനകത്ത് ആരോ ജയിച്ചേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും. അതിനുശേഷം അപ്സര ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും റോക്കിന്റെ നേരെ കൈവർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വഴക്ക് തന്നെയാണ് നടക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രതീഷ് കുമാറിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആ ടാസ്കിന്റെ സമയത്തും പുള്ളീനെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അപ്പോഴൊന്നും പുള്ളി പോയിട്ടില്ല. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും റിജക്ഷൻ അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എവിക്ഷൻ ആണെന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം രതീഷ് കുമാറിന് അത്യാവശ്യം വോട്ട് കിട്ടേണ്ടതാണ്. ഇനി ചിലപ്പോ ഇനി നമ്മുടെ സീക്രട്ട് റൂം ടാസ്ക് എങ്ങാനാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റത്തില്ല ഒന്നും. നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നുള്ളത്. അതുപോലെ തന്നെ വൈൽഡ് കാർഡ് ഒന്നും കേറിയില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും കുറച്ച് സമയം കൂടെ ഉള്ളൂ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാ സംഭവിക്കുന്നത്. അപ്പൊ